ചങ്ങായിമാരെ ഞാനൊരു കാര്യം പറട്ടെ, നമ്മളെ ട്രംപിന്റെ സ്ഥാനത്തുണ്ടല്ല, ഞാൻ അങ്ങനെ ആയതെങ്കിൽ ഞാൻ ഈ നാട് വിട്ടു പോയിട്ടുണ്ടാവും. വല്ല കാശിയിലോ രാമേശ്വരത്തോ അതുമല്ലെങ്കിൽ ഉഗാണ്ടയിലേക്കോ അങ്ങനെ ഉണ്ടല്ല നാട് വിട്ടു പോയിട്ടുണ്ടാവും. കാരണം ഉണ്ടല്ല ദിവസം രാവിലെ വന്നിട്ട് ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിനും കേട്ട് നല്ലത് ഒന്നെങ്കിലും നാട് വിട്ടു പോവുക, അല്ലെങ്കിൽ ഉണ്ടല്ല എന്തെങ്കിലും കടുങ്കൈ ചെയ്തിട്ട് ഇല്ലാണ്ടാവുക. ഇതാണ് ഏറ്റവും നല്ലത്. കാരണം നിങ്ങൾ കാണുന്നില്ല, ഈ ട്രംപെണ്ണം വന്നിട്ടില്ല രാവിലെ വന്നിട്ട് ഇറാനെ വെല്ലുവിളിക്കും. ഇറാനുണ്ടല്ല അതിന്റെ അടുത്ത മണിക്കൂറിൽ നമ്മൾ അമേരിക്കക്കും പണിയെടുക്കും, കൂടിയുണ്ടല്ല ഇസ്രായേലിനും പണിയെടുക്കും. ഇപ്പൊ ഇസ്രായേൽ ശരിക്കും പറഞ്ഞ പൊട്ടിട്ടുള്ളേ ഈ ട്രംപെണ്ണം വന്നിട്ട് ഇറാനെ വെല്ലുവിളിക്കുമ്പോൾ പണി കിട്ടുന്നത് ഇസ്രായേലിനും കൂടിയിട്ടാണ്. അങ്ങനെ ഇറാന്റെ അടുക്കുന്ന രാവിലെ തൊട്ട് രാത്രി വരെ പണി കിട്ടിയിട്ടില്ല നമ്മുടെ ട്രംപെണ്ണൻ ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഇന്നൊരു കോമഡി മരമായിരിക്കുന്നു സുഹൃത്തുക്കളെ. എന്തായാലും ഉണ്ടല്ല ഞാൻ വേറൊരു അത്ഭുതം നിങ്ങളെ കാണിച്ചു തരാം. നമ്മളെ ട്രംപെണ്ണനും നെതന്യാഹുവിനും വേണ്ടിയിട്ട് ഇങ്ങനെ ഘോരം വാദിക്കുന്ന നമ്മുടെ കർമ്മ ന്യൂസിലെ നമ്മളെ കേരളത്തിലെ സംഖ്യകളും ക്രിസംഖ്യകളും ഇസ്രായേലുള്ള സംഖ്യകളും ക്രിസംഖ്യകളൊക്കെ സൂചിപ്പിക്കുന്ന കർമ്മ ന്യൂസ്, ആ കർമ്മ ന്യൂസ് വരെ അവസാനം നമ്മുടെ ട്രംപെണ്ണനെ തള്ളിപ്പറഞ്ഞു. ഒന്നും നോക്കാണ്ട് ഇടം വല നോക്കാതെ അങ്ങ് തള്ളിപ്പറഞ്ഞു. എന്തായാലും നമുക്കിട്ടില്ല നമ്മളെ കർമ്മ ചേച്ചി വളരെ സങ്കടത്തോടു കൂടി നമ്മളെ ട്രംപെണ്ണൻ പരാജയപ്പെട്ടു, ലോക പരാജയമാണെന്ന് പറയുന്ന ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ. ഒരു മാസമായി നീണ്ടു നിൽക്കുന്ന പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇറാനെ പൂർണ്ണമായും കീഴ്പ്പെടുത്താൻ അമേരിക്കൻ സൈന്യത്തിന് സാധിക്കാത്തത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. കാരണം കഴിഞ്ഞ 20 വർഷമായി തന്നെ അമേരിക്ക തങ്ങളുടെ സൈനിക ബലം പ്രകടമാക്കാത്ത ഒരിടം പോലും ഉണ്ടായിട്ടില്ല. ഏതൊരു ആക്രമണത്തെ പോലും നിഷ്പ്രയാസം തകർക്കാൻ ശേഷിയുള്ള സൈനിക സന്നാഹമാണ് അമേരിക്കയുടെ ഭാഗത്തുള്ളത്. എന്നാൽ ഈ 20 വർഷത്തിനിടയിൽ ആദ്യമായി തന്നെ അമേരിക്ക ആകട്ടെ കാലിടറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. യുദ്ധം തുടങ്ങി ഒരു മാസം പിന്നിടുമ്പോൾ 3 തവണയാണ് ഇറാൻ യുഎസിന്റെ യുദ്ധവിമാനങ്ങളെ ആക്രമിക്കുന്നത്. അതിൽ ഏറ്റവും കരുത്തരായി തന്നെ കണക്കാക്കുന്ന അല്ലെങ്കിൽ ശക്തമായി തന്നെ കണക്കാക്കുന്ന F-15, F-35 യുദ്ധവിമാനങ്ങൾ ഇറാൻ തകർത്ത് തരിപ്പണമാക്കി എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ പുറത്തുവരുന്ന ചില വാർത്തകൾ US F-15E സ്ട്രൈക്ക് ഈഗിൾ ഇറാൻ തകർത്ത് തരിപ്പണമാക്കി എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിലുണ്ടായിരുന്ന പൈലറ്റിനെ അടക്കം കാണാതായതായി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതോടെയാണ് ഇപ്പോൾ യുഎസിന് ഉൾപ്പെടെ തന്നെ നാണക്കേടുണ്ടാക്കുന്ന തരത്തിലേക്ക് ഈ വാർത്ത പുറത്തേക്ക് വരുന്നത്. ഇതോടുകൂടി തന്നെ ഇറാൻ ആകട്ടെ 2 സൈനിക വിമാനങ്ങൾ വെടിവെച്ചിട്ടത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു അത്യപൂർവമായ ഒരു തിരിച്ചടിയായി മാറുകയാണ്. അതായത് മുൻപേ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ 20 വർഷത്തിനിടെ തന്നെ ഇത്തരം ഒരു സംഭവം ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് വിദഗ്ധരടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർക്കപ്പെട്ടു എന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങൾക്കിടയിലാണ് ഇത്തരം ഒരു തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇറാൻ വെടിവെച്ചിട്ട് US F-15E സ്ട്രൈക്ക് ഈഗിൾ വിമാനത്തിലുണ്ടായിരുന്ന ഒരു സൈനികരെ രക്ഷപ്പെടുത്തിയതായും രണ്ടാമത്തെ ആൾക്കായി തന്നെ തിരച്ചിൽ തുടരുന്നതിനായും അവിടെ US റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്റെ കർമ്മ ചേച്ചി ഇങ്ങനെയൊന്നും സത്യങ്ങൾ വിളിച്ചു പറയില്ലാട്ടാ. കാരണം ഇനിന്തല്ല നിങ്ങളെ സംഘങ്ങളും ക്രിസംഘങ്ങളും കൂടി സുഡാപ്പി കർമ്മയാക്കും, സുഡാപ്പി കർമ്മ ചേച്ചിയാക്കും. എന്തായാലും നമ്മളെ ട്രംപും നെതന്യാവും സംഘികളും ക്രിസംഘങ്ങളൊക്കെ പൈസ കൊടുത്തിട്ട് പാലുകൂട്ടി വളർത്തുന്ന നമ്മളെ കർമ്മ ചേച്ചി തന്നെ അവസാനം അവർക്കെതിരെ തന്നെ സംസാരിച്ചല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ചോക്കട്ടെ, 24 മണിക്കൂറും ട്രംപിനും നെതന്യാവിനും വേണ്ടി വാദിക്കുന്ന ഈ കർമ്മ ചേച്ചി ഉണ്ടല്ല, ഈ കർമ്മ ചേച്ചിക്ക് പോലും ബോധവും വിവരവും വന്നിട്ടോ. പക്ഷെ നമ്മളെ കേരളത്തിലെ സംഘിക്കും ക്രിസംഘിക്കും പിന്നെ ഇസ്രായേലുള്ള കുറെ സംഘികളും ക്രിസംഘിയില്ലേ അവർക്ക് മാത്രമല്ല ഇനിയും ബോധവും വിവരവും വന്നിട്ടില്ല. അവർക്കുണ്ടല്ല ഇനിയും നേരം വെളുത്തിട്ടില്ല. കാരണം അമേരിക്കയും ഇസ്രായേലും പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ലോകത്തുള്ള എല്ലാ മാധ്യമങ്ങളും പറഞ്ഞ് പക്ഷെ ഇവന്മാർ മാത്രം സമ്മതിക്കുന്നില്ല. എന്തിന് ഇസ്രായേലും അമേരിക്കയും വരെ സമ്മതിച്ച് നമ്മൾ പരാജയപ്പെടുന്നു. പക്ഷെ ഇവര് ഈ സംഖ്യകളും ക്രിസംഖ്യയിട്ടില്ല, ഇവര് മാത്രം സമ്മതിക്കുന്നില്ല. വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ല, 2 ദിവസമായിട്ട് ഇസ്രായേലിൽ നിന്ന് വീഡിയോ ഇടുന്ന കുറെ സംഖ്യ ക്രിസംഖ്യയില്ലേ അതിങ്ങളൊന്നും വീഡിയോ ഇടില്ല. ഇപ്പൊ 2 ദിവസമായിട്ട് കാണുന്നില്ല. അതിന് അവര് പറയുന്ന കാരണം എന്നറിയാം, ഇസ്രായേലിൽ ഭയങ്കര പൊടിക്കാറ്റാണ് പോലും. പൊടിക്കാറ്റായതുകൊണ്ടാണ് 2 ദിവസമായിട്ട് ആർക്കും വീടിടാൻ പറ്റാത്തതെന്ന്. പക്ഷെ ഈ പൊടിക്കാറ്റുണ്ടല്ല, ഇസ്രായേൽ ഉണ്ടാകുന്ന പൊടിക്കാറ്റ് ഇറാൻ ഇടുന്ന മിസൈലില്ലേ ആ മിസൈൽ കൊണ്ടുണ്ടാകുന്ന പൊടിക്കാറ്റാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. സംഖ്യകളെ ക്രിസംഖ്യകളെ ഇനി നമുക്കിട്ടില്ല വേറൊരു വാർത്ത കൂടി കേൾക്കാം. അതായത് നമ്മളെ ട്രംപ് ഇന്നലെ എന്താ പറഞ്ഞതെന്നറിയാം, ഇറാന്റെ ശക്തി തെച്ചും തീർന്ന് ഇറാനുണ്ടല്ല ഇനി ഒന്നിനും കഴിവില്ലാന്നാണ് നമ്മളെ ട്രംപ് ഇന്നലെ തള്ളിയത്. പക്ഷെ നമ്മളെ ട്രംപിന്റെ ആ തള്ളുണ്ടല്ല, ആ തള്ളു കഴിഞ്ഞ പാട് ഇറാനുണ്ടല്ല നമ്മളെ ഇറാന്റെ കഴിവെന്താണെന്ന് ട്രംപിനെ കാണിച്ചു കൊടുത്ത് ലോകരാജ്യങ്ങൾക്ക് കാണിച്ചു കൊടുത്ത്. ആ വാർത്ത നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താക്കീതിന് പിന്നാലെ US യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ട് ഇറാൻ 2 ദിവസത്തിനിടെ 2 വിമാനങ്ങളും ഒരു ഹെലികോപ്റ്ററുമാണ് ഇറാൻ തകർത്തത്. ഇന്നലെ തകർത്ത F-15 വിമാനത്തിലെ ഒരു സൈനികനെ രക്ഷപ്പെടുത്തിയെങ്കിലും മറ്റൊരാളെ കാണാതായതോടെ ഇറാൻ മണ്ണിൽ US തെരച്ചിൽ ഊർജിതമാക്കി. അമേരിക്ക വെടിനിർത്തലിനെ സമീപിച്ചതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഫൈസൽ ഹംസ വാർ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഫൈസൽ, ഗുഡ് മോർണിംഗ്. തങ്ങൾ അമേരിക്കയുടെ ഭീഷണിക്ക്, ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങുകയില്ല, ഈ യുദ്ധവുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് നേരത്തെ ഇറാൻ വ്യക്തമാക്കിയതാണ്. കൂടുതൽ ആക്രമണം കടുപ്പിക്കുകയാണ് ഇറാൻ. ഗുഡ് മോർണിംഗ് ആര്യ, ശ്രുതി. കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇറാന്റെ മുഴുവൻ സൈനിക ശേഷിയും തകർത്തു എന്നും യുദ്ധം ലക്ഷ്യത്തോട് അടുക്കുകയാണ് എന്നും പറയുന്നത്. ഒരു അർത്ഥത്തിലുള്ള പ്രതിരോധത്തിനും ഇറാന് ശേഷിയുള്ള ഇല്ല എന്ന് പറഞ്ഞിടത്താണ് 24 മണിക്കൂറിനിടെ അമേരിക്കയുടെ 2 യുദ്ധവിമാനങ്ങൾ ഇറാൻ വെടിവെച്ചിടുന്നത് എന്നുള്ളതാണ്. ഇന്നലെ ആദ്യം ഇറാൻ അവകാശപ്പെട്ടത് F-35 വിമാനം വെടിവെച്ചിട്ടു എന്നുള്ളതായിരുന്നു. പക്ഷേ പിന്നീട് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായത് ഒരു F-15 വിമാനം വെടിവെച്ചിട്ടു എന്നുള്ളതാണ്. ഇതിലുള്ള 2 സൈനികരെ ആ സമയത്ത് കാണാതായിരുന്നു, 2 പൈലറ്റുമാരെ. അതിൽ ഒരാളെ കണ്ടെത്തിയതായി അമേരിക്ക വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരാൾക്കായി ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. ഈ തിരച്ചിലിനിടെയാണ് ഒരു
ഹെലികോപ്റ്റർ കൂടി ഇന്നലെ ഇറാൻ വെടിവെച്ചിരുന്നത്. പക്ഷേ അതിന് പിന്നാലെ ഹോർമൂസ് കടലിടുക്കിന് മുകളിൽ വെച്ചിട്ട് ഒരു ടൺ വിമാനം കൂടി ഇറാൻ വെടിവെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് 3 പോർ വിമാനങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. 2 യുദ്ധവിമാനങ്ങളും അതോടൊപ്പം തന്നെ ഒരു ഹെലികോപ്റ്ററും അമേരിക്കയ്ക്ക് നഷ്ടമാകുന്ന കനത്ത തിരിച്ചടി ഇന്നലെ ഉണ്ടാകുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ സൈനിക ശേഷിയും നഷ്ടമായി എന്ന് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പറയുന്നിടത്ത് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഇപ്പോഴും ആക്റ്റീവാണ്, ശക്തമാണ്, അമേരിക്കയെ പ്രതിരോധിക്കാൻ സജ്ജമാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന തരത്തിലുള്ള ഒരു നേട്ടമാണ് അവർക്കുണ്ടായത് എന്ന് തന്നെ പറയേണ്ടി വരും. മാനസികമായും യുദ്ധരംഗത്തും ഇറാൻ വലിയ മേൽക്കോയ്മ നൽകുന്നതാണ് ഈ 3 വിമാനങ്ങളുടെ അല്ലെങ്കിൽ 2 യുദ്ധവിമാനങ്ങളും ഒരു ഹെലികോപ്റ്ററും അമേരിക്കയ്ക്ക് നഷ്ടമായത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്രയൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടും നമ്മളെ ട്രംപണന്റെ വീരവാദം ഉണ്ടല്ല, തള്ളല്, അതിന് മാത്രം യാതൊരു കുറവുമില്ല. ഇപ്പൊ തന്നെ കേട്ടില്ല, അമേരിക്കൻ ഒരു പട്ടാളക്കാരൻ ഇറാന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. ഇനിയുണ്ടല്ല, അയാളെ വിട്ടുകിട്ടണമെങ്കിൽ ഇറാന്റെ കാല്, നമ്മളെ ട്രംപണനുണ്ടല്ല, ഇറാന്റെ കാല് പിടിക്കണം. ഇനി അഥവാ ആ പട്ടാളക്കാരനെ ജീവനോടെ തിരിച്ച് അമേരിക്ക കിട്ടിയില്ലെങ്കില്ല, അമേരിക്കക്കാരനല്ല, നമ്മളെ ട്രംപണനെ കണ്ടപ്പോഴി ഓടിക്കൂ. അതായത് ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാക്കാൻ വേണ്ടി യുദ്ധം തുടങ്ങിയ നമ്മളെ ട്രംപണനുണ്ടല്ല, സ്വന്തം നാട്ടില് സ്വന്തം ഭരണമുണ്ടല്ല, സ്വന്തം ഭരണം പോകുന്ന അവസ്ഥയിലാണ് ഉള്ളത്. അതായത് പേരെടുക്കാൻ പോയ ആള് 4 പെറ്റു എന്ന് പറയില്ലേ, ആ അവസ്ഥയാണ്. ഒരാളുടെ സ്ഥാനം കളയാൻ വേണ്ടി പോയ ട്രംപണന് സ്വന്തം സ്ഥാനം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിട്ടില്ല ഇത്രമാത്രം തള്ളുന്ന നമ്മുടെ ട്രംപണന്റെ അമേരിക്കയിലെ അവരുടെ ദയനീയ അവസ്ഥ വെളിവാക്കുന്ന ഒരു വാർത്ത കൂടി കണ്ടിട്ട് വന്നാലോ. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന അമേരിക്കയുടെ അപ്രമാദിത്വത്തിന് മേൽ വലിയൊരു ചോദ്യചിഹ്നം ഉയർന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി പശ്ചിമേഷ്യയിൽ അമേരിക്ക പുലർത്തിപ്പോന്ന ആധിപത്യം ഇറാന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ വിറയ്ക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടത്. കേവലം വാക്കുകൾ കൊണ്ടുള്ള പോരാട്ടത്തിനപ്പുറം ആധുനിക യുദ്ധവിമാനങ്ങൾ തകർക്കപ്പെടുകയും മിസൈലുകൾ അതിർത്തികൾ ഭേദിക്കുകയും ചെയ്യുന്ന വന്യമായൊരു യുദ്ധമുഖത്തേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയതന്ത്ര നീക്കങ്ങൾ പാളിയോ എന്ന ചോദ്യം ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ ചർച്ചയാവുകയാണ്. ഒരു കാലത്ത് അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ ലോകം വിറച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പരിഹാസങ്ങൾ വൈറ്റ് ഹൌസിനെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. അമേരിക്കൻ വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ നാണക്കേടാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നിനു പുറകെ ഒന്നായി 2 യുദ്ധവിമാനങ്ങളാണ് ഇറാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വീഴ്ത്തിയത്. F-15E സ്ട്രൈക്ക് ഈഗിൾ, A-10 വാർത്തോഗ് എന്നിവ തകർക്കപ്പെട്ടത് വെറുമൊരു സൈനിക നഷ്ടം മാത്രമല്ല, മറിച്ച് അമേരിക്കയുടെ സാങ്കേതിക മികവിനേറ്റ കനത്ത പ്രഹരം കൂടിയാണ്. 2003 ഇറാഖ് അധിനിവേശ കാലത്താണ് ഇതിനു മുമ്പ് ഇത്തരത്തിൽ ഒരു US വിമാനം വെടിവെച്ചിടപ്പെട്ടത്. അന്നത്തെ സാഹചര്യവും ഇന്നത്തെ സാഹചര്യവും തമ്മിൽ വലിയ വ്യത്യാസവുമുണ്ട്. സാങ്കേതികമായി ഏറെ പിന്നിലായിരുന്ന ഇറാഖ് സൈന്യമല്ല ഇന്ന് അമേരിക്കയുടെ മുന്നിലുള്ളത്, മറിച്ച് ഡ്രോൺ സാങ്കേതിക വിദ്യയിലും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിലും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഇറാനാണ്. പൈലറ്റുമാരെ രക്ഷിക്കാനുള്ള അമേരിക്കയുടെ പരക്കം പാച്ചിലിനെ ഇറാൻ പരിഹസിക്കുന്നത് അവരുടെ ആത്മവിശ്വാസത്തിന്റെ ആഴമാണ് കാണിക്കുന്നത്. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖലീബാഫിന്റെ വാക്കുകൾ അമേരിക്കൻ നയതന്ത്രജ്ഞരെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. ഭരണമാറ്റം സ്വപ്നം കണ്ട് വന്നവർ ഇപ്പോൾ സ്വന്തം പൈലറ്റുമാരെ തിരഞ്ഞു നടക്കുകയാണ് എന്ന അദ്ദേഹത്തിന്റെ പരിഹാസം യുദ്ധകളത്തിലെ യഥാർത്ഥ അവസ്ഥയെ വരച്ചു കാട്ടുന്നു. അമേരിക്കയെ ഒരു കടലാസ് പുലിയായി ചിത്രീകരിക്കാനുള്ള ഇറാന്റെ ശ്രമം ലോകരാജ്യങ്ങൾക്കിടയിൽ അമേരിക്കയോടുള്ള സ്വാധീനം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. ട്രംപണന്റെ ഈ അവസ്ഥ കാണുമ്പോഴില്ല, സത്യം പറഞ്ഞാല് ഒരുപാട് സന്തോഷമുണ്ട്, നല്ല സന്തോഷമുണ്ട്. എന്റെ ട്രംപണ്ണ, നിങ്ങളോട് നമ്മൾ ഫസ്റ്റേ പറഞ്ഞതാണ്, ചാകാൻ പേടിയില്ലാത്തവരുടെ പോയിട്ട് ചാകാൻ പേടിയുള്ളവൻ മുട്ടുമുട്ടില്ല, ചാകാൻ പേടിയുള്ളവൻ നല്ലോണം പേടിക്കണമെന്ന്. അതാണ് ഇപ്പൊ കാണുന്നത്. ചാകാൻ പേടിയുള്ള നിങ്ങളുണ്ടല്ല, ചാകാൻ പേടിയില്ലാത്തവരെടുക്ക പേടിച്ച് പറിച്ച് കഴിയുകയാണ് ട്രംപണ്ണ, പേടിച്ച് പറിച്ച് കഴിയുകയാണ്. ഇനി എനിക്ക് പറയാനുള്ളത് സംഘികളോടും ക്രിസംഖികളോടാണ്. നിങ്ങൾ ഇടക്കിടക്കുണ്ടല്ല ഇറാന്റെ മേധാവി മരിച്ചു, ഇറാന്റെ കമാൻഡർ മരിച്ചതും മറ്റു തുള്ളി കളിക്കുന്നുണ്ടല്ല, അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. കാരണം ഇറാന്റെ അവസാനത്തെ സൈനികരില്ലേ, അവസാനത്തെ സൈനികൻ മരിക്കുന്നവരെ നിങ്ങളെ ട്രംപണനും നെതന്യാവും പേടിച്ച് വരച്ചിരിക്കണം. കാരണം അതുവരെ ഇറാൻ പോരാടിക്കൊണ്ടേയിരിക്കും. അതായത് ഇറാന്റെ അവസാനത്തെ സൈനികൻ ജീവിച്ചിരിക്കുന്നില്ലേ, അതുവരെ നിങ്ങളെ ട്രംപണനും നെതന്യാവുണ്ടല്ല ബങ്കറിന്റെ ഉള്ളിലും എവിടെയാണ് ഒളിക്കാൻ പറ്റുന്നത് അവിടെയൊക്കെ ഒളിക്കും, പേടിച്ച് വരച്ച് ഒളിച്ചിരിക്കും. കാരണം ഇറാൻ പോരാടുന്നത് വിജയിക്കാൻ വേണ്ടി മാത്രം. അതിന് ഇറാനെ ഇറക്കിയതുണ്ടല്ല ഈ ട്രംപും നെതന്യാവാണ്. വെറുതെ ഇരുന്ന ഇറാനെ പോയിട്ട് തൊണ്ടിട്ട് ഈ യുദ്ധത്തിന് ഇറക്കിയത് ട്രംപും നെതന്യാവാണ്. അതുകൊണ്ട് ഈ യുദ്ധം തീരുന്നത് ട്രംപിന്റെയും നെതന്യാവിന്റെയും അന്ത്യം കണ്ടുകൊണ്ട് തന്നെയായിരിക്കും. അതായത് ലോകത്തിലെ 2 തള്ളലുകാരില്ലേ, തള്ളൽ വീരന്മാർ, നെതന്യാവിന്റെയും ട്രംപിന്റെയും പുക കണ്ടിട്ടേ ഈ യുദ്ധം ഇറാൻ അവസാനിപ്പിക്കുള്ളൂ. അപ്പോ അവസാന ശ്വാസം വരെ പോരാടാൻ ഉറച്ച ഇറാനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.